ഇന്നത്തെ വീഡിയോയിൽ പിൻട്രസ്റ്റിൽ കണ്ട ഡ്രസ്സിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. ആദ്യം ഷർട്ടിൻ്റെ കട്ടിങ്ങാണ് കാണിക്കുന്നത്. ഷർട്ടല്ല, ഒരു ഓവർകോട്ട്. അതിന് നമ്മൾ സാധാരണ ടോപ്പിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഇത് ഓവർകോട്ട് കുറച്ച് ലൂസായിട്ടല്ലേ കിടക്കണ്ടേ, അതുകൊണ്ട് നമ്മുടെ ഫിറ്റായിട്ടിരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ലൂസിന് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ നോർമലി ഉള്ളതിനേക്കാൾ കുറച്ചും കൂടെ ഒരു 1/2 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ഇടുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ടോപ്പിന് 6 ഷോൾഡർ എടുക്കുന്നതെങ്കിൽ ഇതിലൊരു 6.5 6.25 എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വണ്ണം മാർക്ക് ചെയ്തിട്ട് ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. എന്നിട്ട് മുകളിൽ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ നിന്നും കൂടെ താഴേക്ക് ഇതേപോലൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം. എന്നിട്ട് സെൻറ്ററിൽ ഒരു 1.5 മാർക്ക് ചെയ്ത് ആം ഹോൾ വരച്ചെടുക്കണം. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു പീസ് എടുത്ത് ഇതുപോലെ കഴുത്ത് മാർക്ക് ചെയ്യണം. ഫ്രണ്ടിലേക്കുള്ള കഴുത്താണ് മാർക്ക് ചെയ്യുന്നത്. കഴുത്തകലം ഒരു 2.5 കൊടുത്തു. കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ടൊരു 3.5 ഞാൻ കൊടുത്തത്. എന്നിട്ട് ഇതുപോലൊരു ഷേപ്പ്, ഒരു കറക്റ്റ് റൗണ്ടും അല്ല, എന്നാൽ ഒരു വി അല്ലാത്ത പോലെ നമ്മൾ കഴുത്ത് വരച്ച് കൊടുക്കണം. എങ്കിലേ കോളർ ഇരിക്കുമ്പോഴത്തേനും ആ ഒരു ഭംഗി വരത്തുള്ളൂ. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് ഇതേപോലെ 2 പീസ് കിട്ടും. അതിൽ ഒരു 3 ഇഞ്ച് വീതിയിൽ ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സൈഡിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. ഇനി കഴുത്ത് ഫുള്ളായിട്ട് നമ്മൾ തയ്ച്ചെടുക്കണ്ട. ഈ ഒരു 2.5 മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും താഴേക്ക് തയ്ച്ച് എടുത്താൽ മതി. ഇത് ഞാൻ ഈ വരയ്ക്കുന്നത് പോലെ. ആ 2.5 അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചേക്കുന്നത് വെട്ടിക്കൊടുക്കാനാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. ഈ വെട്ടിയേക്കുന്നതിൻ്റെ അവിടെ നിന്നും താഴേക്കാണ് തയ്ക്കാനുള്ളത്. തയ്ച്ച് കഴിയുമ്പോൾ ഇതേപോലെ കിട്ടും. എന്നിട്ട് ആ സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുത്തിട്ട് മറച്ചിടണം. ഇതേപോലെ ഫ്രണ്ടിലെ 2 പീസിലും തയ്ച്ചെടുക്കണം. എന്നിട്ട് ഈ ഒരു ഇത് അകത്തേക്ക് ഇതേപോലെ മടക്കി തയ്ച്ചെടുക്കണം. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം. സ്ലീവും വെച്ച് കൊടുക്കണം. ഫുൾ സ്ലീവാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കിൽ നെക്ക് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നല്ലോ, ബാക്കിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി കോളർ നമുക്ക് എത്ര നീളത്തിൽ വേണമെന്നാണ് നോക്കേണ്ടത്. അതിന് ഇതേപോലെ അളന്ന് നോക്കണം. എനിക്കിപ്പോൾ 12.5 കിട്ടിയത്. ഈ 12.5 വീതി ഒരു 3 വെച്ചിട്ട് ഞാനൊരു ക്യാൻവാസിൽ ആദ്യം വെട്ടിയെടുക്കും. എന്നിട്ട് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതേ കണക്ക് നമ്മൾ ക്യാൻവാസിൽ വെട്ടിയെടുക്കണം. എന്നിട്ട് അതിനേക്കാൾ കുറച്ചും കൂടെ നീളത്തിലും വീതിയിലും ഇതുപോലെ 2 പീസ് വെട്ടിയെടുക്കണം.
എന്നിട്ട് അതിൽ ഒരു പീസിൽ ക്യാൻവാസ് ഫിക്സ് ചെയ്തിട്ട് ഇതേപോലെ വെക്കണം. ഇതേപോലെ വെച്ചിട്ട് 3 സൈഡിൽ ഇങ്ങനെ അടിച്ചെടുക്കണം. ക്യാൻവാസിൽ കയറരുത്, ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. എന്നിട്ടിത് മറച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ടോപ്പിൻ്റെ നല്ല വശത്ത് ഇതുപോലെ കോളർ വെച്ച് തയ്ച്ചെടുക്കണം. കോളർ വയ്ക്കുമ്പോൾ നമ്മുടെ ക്യാൻവാസ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് വേണം തയ്ക്കാൻ. ക്യാൻവാസിൽ കയറാതെ സൈഡിലൂടെ തയ്ച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി ഈ തയ്യൽ തുമ്പുണ്ടല്ലോ, ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ തയ്യൽ തുമ്പ് അകത്തേക്കാക്കി ഈ മുകളിലത്തെ തുണിയുണ്ടല്ലോ, അത് അകത്തേക്ക് മടക്കി പതിച്ചടിക്കുകയാണ് ഇനി ചെയ്യുന്നത്. പതിച്ചടിക്കുമ്പോൾ കോളറിൻ്റെ 4 സൈഡും പതിച്ചടിക്കണം. ഇനി സ്ലീവിൻ്റെ എൻഡിൽ നമ്മൾ കുറച്ച് ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട്. സെയിം കോളറിൽ വെച്ച് അതേ പ്രോസസ്സ് തന്നെയാണ് കയ്യിലും ചെയ്യുന്നത്. രണ്ട് സ്ലീവും ഇതുപോലെ ചെയ്തിട്ട് സൈഡ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്കേർട്ടാണ്. സ്കേർട്ടിന് ആദ്യം വണ്ണം നോക്കണം. അതായത് താഴെ എത്ര ഫ്ലെയർ വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കണം. ഇത് ഫ്രണ്ടിലെയും ബാക്കിലെയും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രണ്ടിൽ 3 പീസും ബാക്കിൽ 3 പീസ്, ടോട്ടൽ 6 പീസ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സ്കേർട്ട് ചെയ്തെടുക്കുന്നത്. ഇനി സ്കേർട്ടിൻ്റെ അരവണ്ണം മാർക്ക് ചെയ്യണം. അരവണ്ണം മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ടോട്ടൽ എത്രയാണോ അതിനെ 4 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യണം. കാരണം നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം നമ്മൾ 3 പാനൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെൻറ്ററിൽ എത്രയാണോ മാർക്ക് ചെയ്തത് അത് താഴേക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് എവിടെ വരെ ഫിറ്റായിട്ട് നിൽക്കണം അത്രയും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുക്കണം. അപ്പം ഞാൻ 15 കൊടുത്തത്. എന്നിട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണ്ട, നമ്മൾ എ ലൈൻ കട്ടൊക്കെ ചെയ്യുമല്ലോ അതേപോലെയാണ് താഴേക്ക് മാർക്ക് ചെയ്യുന്നത്. കണക്ക് കേട്ട് പേടിക്കണ്ട, ചെയ്ത് നോക്കുമ്പോഴേക്കും ഈസി ആയിരിക്കും. ഇതേപോലെ എ ലൈനായിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം.
എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഇതുപോലെ എടുത്ത് തിരിച്ചിങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ടാണ് ബാക്കി വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എവിടെ വരെ ഫിറ്റായിട്ടിരിക്കണം എന്ന് മാർക്ക് ചെയ്തിട്ട് സൈഡിലൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് എ ലൈൻ പോലെ വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ മടങ്ങിയ 2 ഭാഗവും അല്ലാതെ 4 പീസുമാണ് നമുക്ക് കിട്ടുന്നത്. ഈ മടങ്ങിയ 2 ഭാഗം നമ്മുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും സെൻറ്ററിൽ വരുന്നതാണ്. ഇനി ഈ മടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ 2 സൈഡിലായിട്ട് ഈ ബാക്കി പീസ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ 2 സൈഡും ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എവിടെയൊക്കെ ഫ്ലവേഴ്സ് വേണം അവിടെയൊക്കെ ഇതുപോലെ പെൻസിൽ കൊണ്ട് ആദ്യം ഒന്ന് വരച്ചു കൊടുത്തിട്ട് പെയിൻറ് ചെയ്തെടുക്കണം. ഇതേപോലെ ഫ്ലവേഴ്സ് എല്ലാം വരച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇടയ്ക്കൊക്കെ കുറച്ച് ഇലകളും കൂടെ വരച്ചാൽ മതി. എന്നിട്ട് സൈഡ് 2 അടിച്ചിട്ട് മുകളിൽ ഹൂക്കാണ് വയ്ക്കുന്നത്. ഹൂക്ക് വയ്ക്കാൻ ഇതുപോലെ ഒരു തുണി വെട്ടിയെടുത്തിട്ട് സ്കേർട്ടിൻ്റെ അകത്ത് ഇതുപോലെ അടിച്ചിട്ട് പുറത്തേക്ക് തിരിച്ചിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. പതിച്ചടിക്കുമ്പോൾ 4 സൈഡും പതിച്ചടിച്ചിട്ട് ഹൂക്ക് വെച്ച് കൊടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ ഏറ്റവും താഴെ ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് മടക്കി അടിച്ചെടുക്കുമ്പോൾ സ്കേർട്ട് കംപ്ലീറ്റ് ആകും. അപ്പോൾ കണ്ടിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ.